ഇതെന്തിനാണ് സുഖം ഈ കിണറിന്റെ ഭാഗത്ത് കയറിയിരിക്കും ഞാൻ അതിൽ കേട്ടി പറഞ്ഞു വീഴാ ഞാൻ എവിടെ പോയിരിക്കാം ഉള്ള പണി ഉണ്ടായിരുന്നത് ലാഭമില്ല എന്ന് പറഞ്ഞുള്ള കടയും പൂട്ടി പണിയും കളഞ്ഞിട്ട് പിന്നെ എന്റെ പണി കളഞ്ഞ് ഞാനൊന്നല്ല ഞാൻ ആ പെട്ടിക്കട നടത്തിട്ട് എന്ത് കിട്ടാൻ അടക്ക് അതിലെ വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യണം ഇത് കച്ചവടത്തിലെ പറഞ്ഞിട്ട് ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് എനിക്കിപ്പോ പോയാൽ പിന്നെ വേറെ ആരെങ്കിലും പണി തരുമത് ഒന്നാമത് പെട്ടിക്കട കടത്തിട്ട് തരും ഒരു മറ്റേത് തുടങ്ങാറില്ലേ നമുക്ക് ബേക്കറി പെട്ടിക്കട നടത്തിട്ട് ഞാൻ അതിലത്തെ സർവത്ത് കുടിച്ചിട്ട് എന്റെ ലാഭം കളഞ്ഞ ആളായി ഞാൻ ബേക്കറിയും കൂടി തരണ്ടല്ലോ എന്നാ പിന്നെ അത് വേണ്ട നമുക്ക് വേറെ കച്ചവടം ചെയ്തൂടെ എന്ത് കച്ചവടം ദീപാവലിയിൽ വരാൻ പോണ് നമുക്ക് പടക്ക കച്ചവടം തുടങ്ങിയാലോ പടക്ക കച്ചവടം എനിക്ക് വേറെ പണിയില്ലേ ഇല്ല ഇക്ക നമ്മുടെ ഫ്രാൻസിസ് ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം പടക്ക കച്ചവടം നടത്തിയത് 1 ലക്ഷം ഉറുപ്പിയുടെ പടക്കം എടുത്തിട്ട് 2.5 ലക്ഷം ഉറുപ്പിക്കാ വിറ്റ് 10 ദിവസം കൊണ്ട് 1.5 ലക്ഷം ഉറുപ്പിക അവന്റെ ലാഭം എന്നോട് പറഞ്ഞല്ലേ പടക്കം വിറ്റിട്ടാ അപ്പൊ നമ്മുടെ അവിടെ പടക്ക കച്ചവടം നടത്തിയാൽ മതി ഈ താലൂക്ക് ഓഫീസിൽ എന്നിട്ടേ ലൈസൻസ് എടുത്താൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എവിടുന്ന് താലൂക്ക് ഓഫീസിൽ എന്ന് വെച്ചാൽ മതി അതിൽ ലാഭമുള്ള പരിപാടി 3 ഉറുപ്പിയുടെ നമ്മൾ ഒരു കമ്പിത്തിരി പെട്ടില്ലേ 3 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് എടുത്താൽ ഇവിടെ 15-20 ഉറുപ്പിക്കാ വെക്കണ് അത് 3 ഇരട്ടി ലാഭമാണേ. എത്ര റുപ്യ ചെലവാക്കേണ്ടി വരും? നമ്മളിപ്പോ 1 ലക്ഷം ഉറുപ്പിക ഇറക്കിയാൽ ഒരു 3 ലക്ഷം ഉറുപ്പിക കിട്ടും. 1 റുപ്യ ഇറക്കാം, അത് തിരക്കണമൊന്നുമില്ല. 1 റുപ്യ അതിനൊന്നും കളയണ്ട, വേഗം ചെല്ല് താലൂക്ക് ഓഫീസിൽ ചെല്ല്. സാറേ ഞാൻ ഈ പടക്കം എന്താ സാറേ ഇല്ല ഞാൻ അവിടെ എന്നോട് കടന്നു പോകാന്നൊക്കെ പറഞ്ഞു മൂപ്പര്. പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു, ഞാൻ എന്റെ പടക്ക കച്ചവടം തുടങ്ങാൻ ഞാൻ എന്റെ പടക്കക്കട എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും മാറ്റി. എന്റെ പടക്കക്കട തുടങ്ങാൻ പടക്കം പടക്കച്ചവടം സാറിന്റെ ഇരട്ട പേരാണ് പടക്ക. അതൊക്കറിയില്ലല്ലോ. നിങ്ങൾ ഈ കമ്പിപ്പൂത്തിരി കത്തിക്കണമാരി ഇങ്ങനെ ചിരിച്ച വിളിക്കും. ഇനിയിപ്പൊ പറയാൻ പറ്റുന്ന എന്ത് വാക്കുണ്ട്? ദീപാവലി കട എന്ന് പറയണം. ദീപാവലി കട എന്ന് പറയണം. ദീപാവലി കട പോയില്ലേ? അല്ല അതെ ഞാൻ പോവാൻ കേണ്. അപ്പോഴത്തേക്കും എന്നോട് ഇവിടെ വരാൻ പറഞ്ഞ എനിക്ക് ഒരു അപേക്ഷ ഉണ്ട് സാറേ. എന്താ അപേക്ഷ? ഞാൻ ഈ മറ്റേ പടപടപടന്നിങ്ങനെ പൊട്ടണ സാധനങ്ങളില്ലേ, വിസുവിന് ഒക്കെ നമ്മള് പൊട്ടിപ്പോയില്ലേ, അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു കട തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ സാധനങ്ങള്? അത് കമ്പിപ്പൂത്തിരി, പൂത്തിരി, രാത്തിരി, മേശപ്പൂവ്, തലചക്രം, അങ്ങനത്തെ പാമ്പ് ഗുളിക, അങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ വേറെ ഒന്നുമില്ലേ? ഗുണ്ട്? വേറെ ഉണ്ട്. ഗുണ്ട്, അംട്ട് ഒക്കെ ഉണ്ട്. എന്താ അതിന്റെ പേര്? അംട്ട് അല്ല കോയ. കോയ. എന്റെ അപേക്ഷ തന്നിട്ടുണ്ട്. തന്റെ അപേക്ഷ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻസ്പെക്ഷൻ വേണം, റിപ്പോർട്ടിംഗ് വേണം. കൊണ്ടുവരാ സാറേ. അത് താൻ കൊണ്ടുവരേണ്ടതല്ല, ഞാൻ ചെയ്യേണ്ടതാണ്. ആ കട തന്നെ സ്വന്തമാണോ? സ്വന്തമല്ലേ സാറേ, അത് വാടകയ്ക്കാണ്. അതിന്റെ സമ്മതപത്രമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, ഉടമസ്ഥാവകാശവും സ്കെച്ചും വേണം. കൊണ്ടുവരാ. കരമടച്ചതിന്റെ റെസിപ്റ്റ് ഉണ്ടോ? ഈ അപേക്ഷ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു സാറേ. പിന്നെ ഈ ഫയർഫോഴ്സിന്റെയും കമേഴ്സ്യൽ ടാക്സിന്റെയും കൺസൈന്റ് കിട്ടിയോ? അത് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം കൂടെ കൊണ്ടുവരണോ? അതെ അത് കൊണ്ടുവരാ. കിട്ടിയിട്ട് കൊണ്ടുപോവാ. അത് എപ്പോഴാ കൊണ്ടുവരണ്ടേ? താൻ തന്റെ സൗകര്യത്തിന് കൊണ്ടുപോകണോ? ഞാൻ എല്ലാ സമയവും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇതിന്റെ ടാക്സിന്റെ പേപ്പറും എല്ലാം കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുവരാ കേട്ടോ. അല്ല എന്നാ ശരി സാറേ. ഹലോ
ഫോൺ അവിടെ, ഫോൺ അവിടെ. അവിടെ ഇരിക്കും. അതിന്റെ റിംഗ് ടോൺ മാറ്റി. അനിയന്റെ റിംഗ് ടോൺ അനിയ അയച്ചു തന്നു. ആന്റിയെ എന്നോട് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ അത് മാറ്റണോ അല്ലേ? മാറ്റാതിരുന്നു മാറ്റി. ഇനി അതിവിടെ കേൾക്കരുത് ട്ടാ. ട്ടാ. ആ പോ. അല്ല ഇവിടെ ആരാ ചെക്കിങ്ങിന് വരേണ്ടി പറഞ്ഞു? ചെക്കിങ്ങിന് നമ്മുടെ ഫയർഫോഴ്സ് 4 വരുന്ന്. ആ അതിനെന്നോട് വരാൻ പറഞ്ഞു. ആ എല്ലാം പറയാൻ കിട്ടിയെങ്കിലോ, കാരണം വരാൻ പറഞ്ഞാണ് ഞാൻ. ഈ കോയാരാ? കോയ ഞാനോ? ഞാനേ ഫയർഫോഴ്സിന്നാ. ആ നിങ്ങള് പടക്കക്കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കട ഏതാ? കട തന്നെയാണ് സാറേ. അതാ തുറക്ക്. അല്ല അത് തുറക്കാൻ ചാവി ഇതിന്റെ ഓണറിന്റെ കയ്യിലാണ് കടയുടെ. ഇത് തുറക്കാണ്ട് പിന്നെ എങ്ങനെ ഞാൻ കാണുന്ന ഇൻസ്പെക്ട് ചെയ്യണ്ടേ? ഇല്ല സാറേ, ഉള്ളില് കയറി നോക്കണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ സ്കൂൾ അടുത്ത് ഇവിടെ ഉള്ള സ്കൂളിൽ സാർ ഇവിടെ അടുത്തുണ്ട്. ഇവിടെ അടുത്താണ്. എന്നാ പിന്നെ ഇത് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത സ്കൂൾ ഉണ്ടെങ്കിൽ ഇത് തുറക്കാം. ലൈസൻസ് കൊടുക്കാൻ പാടില്ല. സാർ അത്ര അടുത്തേക്കൊന്നല്ല, ഇത് 2 വളവൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോണം സ്കൂളില്. പുറത്തങ്ങോട്ട് പോണം. നാരങ്ങളും എടുക്കട്ടെ സാറിന്? ആ നാരങ്ങളിലൊക്കെ ഞാൻ പറയാം. അതായത് കരാട്ട സ്കൂളിന്റെ ബോർഡ് കാണുന്നല്ലോ, അതെവിടെ? അത് ഇതിന്റെ മുകളിലാ, ടെറസിന്റെ ഇതിന്റെ മുകളിൽ. മേളിലാ? എന്നാ കൺസെന്റ് തരാൻ പറ്റില്ല. അല്ല സാറേ, അത് ആകെ ആഴ്ചയിൽ 2 ദിവസമുള്ള കരാട്ട ക്ലാസ്. അത് 2 ദിവസം 4 ദിവസം കുട്ടികളാണല്ലോ, അത് കൺസെന്റ് തരാൻ പറ്റില്ല. അവിടെ ആകെ 4 കുട്ടികളേ ഉള്ളൂ. ഏടോ അതൊന്നും പറ്റില്ല. സാറ് നാരങ്ങളും എടുക്കട്ടെ എന്നാ? നാരങ്ങളൊക്കെ കുടിക്കാം. അല്ല അവിടെ ഒരു മുറുക്കാൻ കടയല്ലേ ഇത്? അവിടുന്ന് ആരെങ്കിലും സിഗരറ്റ് മേടിച്ച് കത്തിച്ചാൽ ഇവിടെ അപകടം ഉണ്ടാവില്ലേ? അതിപ്പോ ഒക്കെ നിരോധിച്ചില്ലേ സാറേ, ഇപ്പൊ ഒന്നും ആരും അങ്ങനെ കത്തിക്കാറില്ല. പിന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം വേണം. ആ അത് വെക്കാം. അതിപ്പോ ഈ വാഴപ്പിണ്ടിയും പിന്നെ പച്ചോലല്ലേ? വാഴപ്പിണ്ടി പച്ചോലൊന്നുമില്ല. വെള്ളം വെക്കണം, മണൽ വെക്കണം, ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കണം, അതെല്ലാം വെക്കണം. ആ ആ ആ നാരങ്ങളും എടുക്കട്ടെ? നാരങ്ങ വെള്ളം കുടിക്കാം. എന്താ ഇവിടെ ഒരു പാമ്പും ഗുളിയെ കരിഞ്ഞ സ്മെല്ല് പറഞ്ഞു? അതവിടെ വേസ്റ്റ് ഇട്ടുണ്ട് സാറേ, അതിന്റെ നാറ്റ. അത് വേസ്റ്റ് ഇയാൾക്ക് നീക്കം ചെയ്തൂടെ? അത് പഞ്ചായത്തല്ലേ നീക്കം ചെയ്യും. ആ വേസ്റ്റ് ആർക്കും നീക്കം ചെയ്യാം. അത് ചെയ്യാം, അത് ചെയ്യാം. അതെ, അതെങ്ങാനും കത്തിപ്പിടിച്ച ഇവിടെ തീ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല സാറേ, ഞങ്ങള് അപകടം ഉണ്ടാവൂലേ? ആ ശരിയാണ്, നീക്കം ചെയ്യാം. ഞങ്ങളത് നീക്കം ചെയ്യും. നാരങ്ങ വെള്ളം എടുക്കട്ടെ? നാരങ്ങ വെള്ളം ഞാൻ പറയാം. ഇവിടൊക്കെ ജാഗ്രതാ ബോർഡ് വെക്കണം. വെക്കാം. ബോർഡ് അത് ഫ്ലക്സ് തന്നെ അടിച്ചു വെക്കാം നമുക്ക്. ഫ്ലക്സ് നിരോധിച്ച കാര്യം അറിയില്ലേ? നന്നായി സാർ. ഇതാണ് സാറേ ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്. നിങ്ങൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ മൊത്തം 12 ഒബ്ജക്ഷൻ. ഈ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ തടസ്സങ്ങളുണ്ട് 12. ആ എന്താ സാറേ ഈ പറഞ്ഞ? അങ്ങനെ പറയരുത്. എന്താണ് തടസ്സങ്ങളില്ല. അതെ, ഒരു 5 ഒബ്ജക്ഷൻ മാറിയിട്ടുണ്ട്. അല്ല ബാക്കി 7 ഒബ്ജക്ഷൻ ഞാൻ അവിടെ ഓഫീസിൽ വരുമ്പോ മാറ്റാം. മാറ്റിയാ കൊള്ളാം. ഇനിയിപ്പോ ഒരു നാരങ്ങളുള്ളാവാം. ആ നാരങ്ങവെള്ളം ഉണ്ടോ അവിടെ? നാരങ്ങളുള്ള അവിടെ നാരങ്ങവെള്ളം മോരും വെള്ളം മതിയാ സാറേ? ഇച്ചിരി വെള്ളം കുടിക്കും. നാരങ്ങവെള്ളം എവിടുന്ന് വെച്ചാൽ പോയി കൊണ്ടുപോവാ. നമുക്ക് വായ നോക്കി നിൽക്കാണ്ട് നാരങ്ങവെള്ളം കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് താൻ കുടിച്ചോ? അല്ല സാറേ, 7 ഒബ്ജക്ഷൻ ഇനിയുണ്ട്. നാരങ്ങവെള്ളം വേണ്ട. ഞാൻ വായ കുടിച്ചിട്ട് സാറേ ഈ പേപ്പറുകൾ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അല്ല ഈ പടക്ക ദീപാവലി കടയുടെ കാര്യത്തിന്. ഇനി വന്ന് സ്ഥലം കാണണം. സ്ഥലം വില്ലേജ് ഓഫീസർ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് ലൈസൻസ് കിട്ടിയോ? ഇല്ല. എടോ പൊട്ടാസ് പൊട്ടിയത് കൊണ്ട് ദീപാവലി ആവില്ല, അതിന് അമിട്ട് തന്നെ പൊട്ടണം. എന്ന് വെച്ചാൽ ഞാൻ തന്നെ വന്ന് കാണണമെന്ന് ട്ടോ. അല്ല സാറേ, കാരണം വെച്ചാല് ഇത് ഇവിടുന്ന് കൊറേ ദൂരണ്ട് ഈ കടയിലേക്ക്. അതുവരെയൊക്കെ സാറ് വരുമോ? അല്ലാതെ പിന്നെ താൻ കട ഇങ്ങോട്ട് കൊണ്ടുവരുമോ? കട നടക്കൂലല്ലോ സാറേ. വേണമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാം. താൻ എന്താണോ കളിയാക്കുകയാണ് ആളെ? ഇല്ല ഞാൻ കളിയാക്കിയല്ലോ. സാർ അവിടെ വന്ന് കട കാണുന്നോണ്ട് യാതൊരു വിരോധവും ഇല്ല. സാർ എന്നാ വരുന്നേന്ന് പറഞ്ഞാൽ മതി. താനൊരു കാര്യം ചെയ്യും, ഒരു 2 മാസം കഴിഞ്ഞിട്ട് പോവാ. അല്ല അപ്പൊ ദീപാവലി കഴിയൂലേ? തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോകാൻ വാഹനം വേണം. ഇവിടെ സർക്കാർ വണ്ടി ഒന്നുമില്ല. അത്രേ ഉള്ളൂല്ലേ? അത് സംഘടിപ്പിക്കാം സാറേ. സാറിന് നല്ല 1-ാം തരം ബേക്കിഞ്ചൻ ഓട്ടോറിക്ഷ ഞാൻ സംഘടിപ്പിച്ചാൽ അതാവുമ്പോ കുലുങ്ങൂല. കുലുങ്ങാതെ താൻ പോയാ മതി. ഇറങ്ങി പോടോ, സമയം കിടത്താതെ. ഇത് എന്ത് പറഞ്ഞാലും ചീത്ത പറയാണല്ലോ സാറേ.
അല്ല പറഞ്ഞ ഞാൻ പിന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥലം കാണണമെന്ന് പറഞ്ഞു സാറ്. സ്ഥലം കാണണം. അതിന് അവിടെ വളവളാന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ടാക്സി ചാർജ് കൊടുക്കണം. അതൊക്കെ ഒരു 1000 ഉറുപ്പ്യോളം വരൂല്ല സാറേ. 1500. 1500? അതെനിക്ക് ഇവിടെ തന്നാ മതി. എനിക്ക് സ്വന്തമായിട്ട് ടാക്സി ഉണ്ട്, ഞാൻ അത് ചെയ്തോളാം. വേണമെങ്കിൽ മതി, നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ മതി. തരാണ്ട് വേറെ മാർഗമൊന്നുമില്ലല്ലോ. അല്ല ഇവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാറ് പറയുന്നത്. സാറ് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ഇത് കൂടുതലുണ്ടല്ലോ. ഞാനത് അറിയാണ്ട് എടുത്തതാണ്. ഞാൻ ആകെ നിങ്ങൾ പടക്കക്കട തന്നെ തുടങ്ങും. അതെ സാറേ, നമുക്ക് ഇല്ല അവിടെ വന്ന ആകെ ചീത്ത പറഞ്ഞ് നമ്മുടെ ഉള്ള വെളിവ് കളയും. ഇതില് 300, അതിൽ 1500 ഉണ്ട്. 1500 1500 സാറ് പറഞ്ഞത് നേരത്തെ. 1800. ഞാൻ ടാക്സി ആയിട്ട് വന്നോളാം. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ സാറേ. പോകുന്നതാണ് നല്ലത്. കരിമരുന്നിന് നീ കൊടുത്ത മാതിരി അവിടെ കായ് മേടിച്ചു വെക്കണത്. താനാരാ? ഞാനറിയില്ലേ ഓട്ടെ. എന്താ 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 പരിപാടി? അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ നോക്കാൻ വേണ്ടി വന്നാണ്. അത് ശരി. പകല് വന്നിട്ട് പൂട്ട് നോക്കുക, എന്നിട്ട് രാത്രി വന്നിട്ട് കുത്തിപ്പൊളിക്കല്ലേ? കള്ളന്മാരല്ലേ? ഓടിവാ. ഇത് നമ്മുടെ പടക്കം സാറല്ലേ? പടക്കം സാറേ, അത് അല്ല സാറേ. സാറേ ആളറിഞ്ഞു. എന്ത് പണിയാടാ കാണിച്ചത്? എനിക്കറിയേണ്ടത് ഇവരാണ്. സാർ തന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അങ്ങോട്ട് കയറി ചെല്ല്. സാർ ആനപ്പടക്കവും കുതിരപ്പടക്കവും ഒക്കെ ഒരുമിച്ച് കെട്ടിത്തരും. സാറേ, അത് ആ സുഗതന് ഒരു അബദ്ധം പറ്റിയാണ് സാറേ. അബദ്ധം പറ്റിയത് തന്നെ. ഒന്ന്, താൻ സാറിനെ പടക്കം ഒന്ന് വിളിച്ചു. അപ്പുറത്തെ ആ ഒരു വെപ്രാളത്തില് ഞാൻ വിളിച്ചു. 2, മറ്റേ ലവ ഉണ്ടല്ല, അവൻ സാറിനെ കള്ളാന്ന് വിളിച്ചു. എന്നെയും വിളിച്ചു. കള്ളന്ന് വിളിച്ചാ? അത് പോട്ട്. പിന്നെ ആ പറട്ട നാറില് ചെവിട്ടില് പടക്കം പൊട്ടല്ലോ, ഒരു പൊട്ടിന് പൊട്ടിച്ചു. സാറേ ഞാന് പിഴ അടക്കേണ്ടി വരും താൻ. പിഴ അടക്കാൻ സാറേ. ഞാൻ മാപ്പ് ചോദിക്കാണ് സാറേ. മാപ്പ് ചോദിച്ചാൽ ഇപ്പൊ തരും, സാറ് തരും. ചെന്നാ മതി അങ്ങോട്ട്. ഞാൻ പോയി സാറിനെ കാണട്ടെ. അല്ല, താൻ സാറിന് മാത്രമേ മാപ്പ് കൊടുക്കോളാം. അല്ല സാറേ, സാറിന് മാപ്പ് തരാം. സാർ മാപ്പ് ചോദിക്കാം സാറിനോട്. ചോദിച്ചു ഒരു മാപ്പ് താ സാറേ, ഒരു മാപ്പ്. താൻ ഇവിടെ ഇരിക്കേട്ടാ. കേട്ടാ, ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെന്നാ മതി. സാർ നമസ്കാരം മാപ്പാക്കണം. അതെന്തിനാ നമസ്കാരം മാപ്പാക്കുന്നത്? അല്ല, എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ. എന്തെങ്കിലും ഒരു പിഴവോ? എന്ത് പിഴവാ തനിക്ക് പറ്റിയത്? അല്ല, സുഗതൻ സാറിനെ കള്ളാന്ന് വിളിച്ച്. സുഗതൻ സാറോ? അല്ല, സുഗതൻ സാറിനെ കള്ളാന്ന് വിളിച്ച് പിന്നെ അടിച്ച് പടക്കം. തന്റെ കട ഞാൻ കണ്ടു. അതിന്റെ പകുതി മുക്കാലും പുറമ്പോക്കലാണല്ലോ. അല്ല സാറേ, അത് പഞ്ചായത്തിന്റെ അനുമതിയിൽ പണിതിട്ടുള്ള കെട്ടിയതാണ്. സർക്കാർ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും ഞാൻ അനുവദിക്കില്ല. അല്ല, അത് അവിടെ റോട്ടിൽ വരെ സിമെന്റ് ഇട്ടിട്ട് ആൾക്കാര് കോൺക്രീറ്റ് ചെയ്തിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അവരാരും ദീപാവലി കച്ചവടം നടത്തുന്നില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, ആ കട മാറ്റി വേറൊരു കട ആലോചിക്കും, എന്നിട്ട് വാ. സാറേ, അപ്പോഴത്തേക്കും ദീപാവലി കഴിയും സാറേ. ദീപാവലി കഴിഞ്ഞാൽ ദീപാവലി ഇനിയും വരും. സമയം എടുക്കാതെ പോണോ പോണോ. സാറേ, വേറെ കട തുടങ്ങണമെന്നൊക്കെ പറയുന്നു സാറേ. ഇയാള് പോയില്ലേ? ഇയാളെ കാണുമ്പോ എനിക്ക് കൊല്ലാൻ തോന്നും. സാറേ, എങ്ങനെയും ഒന്ന് പറഞ്ഞ് ശരിയാക്കി സാറേ. എത്ര കായ് ചെലവാക്കിയല്ലേ? എത്ര കാശ് ചെലവാക്കി? ഒരു കാര്യം ചെയ്യ, ഒരു 2000 രൂപ അടച്ചിട്ട് പോ. സാർ എന്നാ ഒരുമിച്ച് എത്രയാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തരാം. അതിപ്പോ ഇടക്കിടക്ക് കായ് ചോദിക്കണ നേരം കൊണ്ട്. അത്രയ്ക്ക് ഇരിക്കണം കയ്യില്. ഇപ്പൊ എത്രയുണ്ട് കയ്യില്? സാറേ, ദീപാവലിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അതിന്റെ അഡ്വാൻസ് കൊടുക്കണ കായ് ഉണ്ട് എന്റെ കയ്യില്. എത്ര ഉണ്ട് കയ്യില്? 10000. അതിങ്ങട് മുഴുവനോ? അത് നിങ്ങൾ എടുത്താണ്. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തരും. കണക്കിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യമാണ്. ഒന്ന് പറഞ്ഞ് ശരിയാക്കി സാറേ. അത്
ഇത് നിങ്ങൾ വിചാരിക്കണമല്ലോ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഇത്. ഇതിന്റെ ഇവിടുത്തെ റിപ്പോർട്ടുമായിട്ട് നേരെ കളക്ടറേറ്റിൽ പോകണം. അവിടെ പോയിട്ട് ADM കാണണം. ADM അപ്രൂവൽ ചെയ്താലേക്ക് ഇതൊക്കെ നടക്കുള്ളൂ. ഇത് വിചാരിക്കണ പോലെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊന്നും അറിയില്ല സാർ, ഇതൊന്നും അറിയാത്തോണ്ടാണ് പറഞ്ഞു തരുന്നത്. അത് അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ ഏറ്റതാണ്. ഇപ്പൊ ഇനി എന്നാ ഇയാള് പോയില്ലേ, പോടോന്ന് കിട്ടും. ആരവിടെ ചെക്കിങ്ങിന് വരുന്നത്? എന്തിനാ അറിഞ്ഞിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ ഇപ്പൊ ഈ അറിയണത്? ഈ ഒന്നാമത്തെ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഈ കുതിര കയറിയിട്ട് ആണ് ഇപ്പൊ ആ രണ്ടാൾക്കാരനെ ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് ഇതാക്കി ചെയ്തിട്ടാ. ആളെ മനസ്സിലാവായിട്ടല്ലേ? അപ്പൊ എന്തിനീ മനസ്സിലാക്കിയിട്ട് ഈ ആരോടും സംസാരിക്കണ്ട, അവിടെ ആരെങ്കിലും വന്ന് പോയിക്കോട്ടെ. എന്നാ തന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ സുഖത. പിന്നെ ഞാൻ എവിടെ പോയിരിക്കുക? കട തുറന്നല്ലേ എനിക്ക് പണിയുള്ളൂ. ഈ എവിടെയെങ്കിലും ഇരിക്കേ, ഈ വന്ന ആൾക്കാരെ നെഞ്ഞത്ത് കയറരുത്. ഒരു കാര്യം ചെയ്തേ, എന്നാ ഈ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിച്ചിട്ട് എന്നാലും ആളാരെ വരുന്ന നോക്കിട്ട് പോവാ. ആ കാശിന്റെ ഒക്കെ ഈ ചായ കുടിക്കണ്ട. കേട്ടാ കാശി ഈ കോയ ആരാണ്? കോയ ഞാനാണ്. ഞാൻ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അതെന്ത് ഡിപ്പാർട്ട്മെന്റാ? വാണിജ്യ നികുതി വകുപ്പ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അതേതാ? അത് ഒരാട് വരുമ്പോ വായ കുത്തി സംസാരിക്കണത്. നിങ്ങള് എന്താ മാഡം? നിങ്ങളുടെ കട ഏതാ? കട തന്നെയാണ് ഈ കാണുന്നത്. പടക്കങ്ങളൊക്കെ എവിടെ? പടക്കങ്ങള് അത് കൊണ്ടുവരാൻ പോണല്ലോ, കൊണ്ടുവന്നിട്ട് വേണോ? ഓ, എവിടുന്നാ കൊണ്ടുവരുന്നേ? ഞങ്ങള് ശിവകാശിന്ന്. അത് ശരി, അപ്പൊ ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? എന്താ മാഡം, ഇതില് വെട്ടിപ്പും തട്ടിപ്പൊന്നുമില്ല. ഇതിപ്പോ പടക്കല്ല, പൊട്ടിക്കാന്നല്ലാതെ വേറെ അതിലൊരു തട്ടിപ്പുമില്ല. എന്തായാലും മേടിക്കണ ബില്ലുകളൊക്കെ ഒന്നുപോലും കളയാതെ ഓഫീസിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഓ, പിന്നെ ഈ പടക്കങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുവരാൻ പോണേ? അപ്പൊ എങ്ങനെ കൊണ്ടുവരണ്ട് നിങ്ങൾ പറഞ്ഞു തന്നാ മാതിരി കൊണ്ടുവരാ. ബസ്സിൽ കൊണ്ടുവരരുത്. കാർ വിളിക്കണ്ടോ? അതെ, ഈ എഞ്ചിന്റെ അടുത്തൊന്നും വെക്കരുത്. ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി വേണം കൊണ്ടുവരാൻ. പോലീസിനെ വിളിക്കണം. ഇയൊന്നും മിണ്ടായിരിക്കണ്ട ഈ സുഖത. പക്ഷെ അതല്ല, സുരക്ഷ ഉറപ്പാക്കണം എന്നാ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെക്ക് പോസ്റ്റിൽ ക്ലിയറൻസ് ഒക്കെ നടത്തണം. അതെ, അവിടെ എത്ര പേരുണ്ടാവും? അവിടെ ഒരു 7-8 പേരൊക്കെ കാണും. ഈ കച്ചവടം വേണ്ടായിരുന്നു അല്ലേ? പിന്നെ പാൻ നമ്പർ ഉണ്ടോ? അതായത് ഇൻകം ടാക്സിന്റെ പാൻ കാർഡ് നമ്പർ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. പിന്നെ ടിൻ. ടിന്നൊരു 5-8 ഇല്ലേ? പഴയതില്ലേ ഇവിടെ? ഒക്കെ കൊടുത്തില്ലേ? അത് പീടിക കൂട്ടിയപ്പോ കൊടുത്തില്ലേ? അയ്യോ, അതൊന്നും അല്ല. ടിൻ നമ്പർ ഉണ്ടോന്ന്. അതിന് നമ്പറും ഉണ്ടായിരുന്നോ? നമ്പർ എടുക്കാം നമുക്ക്, ഇനി വേണമെങ്കിൽ എടുക്കാലോ. അല്ല, ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നേ? ഇവിടെ ഒരു മുറുക്കാൻ കച്ചവടമായിരുന്നു മാഡം. ഓ, അത് ശരി. അതിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഈ കാശ് തരാനുള്ളവരുടെയൊക്കെ പേരും ഒക്കെ എഴുതി വെച്ച ഒരു പുസ്തകമേ ഉള്ളൂ. അതൊക്കെ ഓഡിറ്റ് ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ഇനി വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാനും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള്. അയ്യോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേപ്പറുകളൊക്കെ വേണം. അല്ല, ആ പേപ്പറൊന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. ആ ഇല്ലാത്ത പേപ്പറിന് മാഡത്തിനൊന്ന് വന്ന് കണ്ടാ പോരെ? അത് കഴിഞ്ഞ് വേറെ പേപ്പർ മാഡത്തിന് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആയിക്കോട്ടെ, അത് ഞങ്ങള് ശരിയാക്കാം. നമ്മുടെ ആളെന്നെ. ആയിക്കോട്ടെ, അപ്പൊ കൺസെന്റ് കിട്ടും. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. സന്തോഷം. മാഡം നാരങ്ങ വെള്ളം എടുക്കട്ടെ? ഇനി പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോട്ടാ. എന്താ സാർ? നാളെ ദീപാവലിയാണ്. നമ്മൾ ലൈസൻസ് കൊടുത്ത ആളുകളൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ഈ കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്ത് കൊണ്ടുവന്നില്ലെന്ന് സാർ? അല്ല, നാളെ ദീപാവലിയാണല്ലോ. ആണല്ലോ. കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ല. എന്ത് കൊണ്ടുവന്നില്ല സാർ? അല്ല, ഈ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞു. കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്ത്? എടോ, എന്താ സാർ? പടക്കം. സാധനങ്ങള് ദീപാവലിയുടെ നിങ്ങൾക്കുള്ളതൊക്കെ. സാറിനുള്ള കൊടുക്ക്. സാറിനുള്ള കൊണ്ട് കൊടുക്ക്. സാറേ, ആ, ദീപാവലിയുടെ എന്താണ് ഇത്? ഇത് കമ്പിത്തിരി, മേശപ്പൂവ്, ലാത്തിരി, പൂത്തിരി. അടുക്ക്. ഇതെടുക്കാൻ. ഇതൊന്നും എനിക്ക് വേണ്ട. ഈ പൊട്ടുന്നതില്ലേ? അപ്പം പൊട്ടണാണ്. ഇതൊക്കെ പൊട്ടും. ഇതൊക്കെ പൊട്ടണ തന്നെയാണ്. ഇതൊന്നും അല്ലെന്ന്. ഈ മേശപ്പൂവ്. മേശപ്പൂവല്ല.
കമ്പിത്തിരി, കമ്പിത്തിരി അല്ലെന്ന്. ലാത്തിരി, പൂത്തിരി. രാത്രി പടക്കല്ലോ പടക്കം. ആ പടക്കോ പടക്കണ്ട്. ആ അത് കൊണ്ടുപോവാ. അത് പോയിട്ട് കൊണ്ടുപോകണോ? പടക്കം സാറിന് വേണോ? പടക്കം സാറേ ആ സാറിന് പടക്കം വേണത്. ഒടുക്കം പടക്കം സാറന്നെ പറഞ്ഞു. ആ സാറിനെ കൊണ്ട് പടക്കം ഒന്ന് പറയിപ്പിച്ചു അല്ലേ? അല്ല എന്നോട് ചോദിച്ചാണ്. ഈ പറഞ്ഞ പടക്കത്തിനൊക്കെ താൻ ഫൈൻ അടക്കേണ്ടി വരും. അന്നൊന്നും എന്റെ കട വിൽക്കണ്ട ഒരു സാറേ. അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയണ്ട. താൻ പടക്കം കൊണ്ടുപോയി കൊടുത്തോ, പക്ഷെ ഈ പടക്കത്തിന്റെ പൈസ എനിക്ക് തന്നിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. എത്രയാണ് ഇതിന്റെ റേറ്റ്? അത് ഇക്കത് 150 റുപ്യക്ക് താഴെ വരണുള്ളൂ. 150 രൂപയ്ക്ക് താഴെ നിങ്ങൾ വാങ്ങിച്ച വിലയല്ല, നിങ്ങൾ കൊടുക്കുന്ന വില എത്രയാണ്? 300 റുപ്യ. 500 രൂപ തന്നിട്ട് അങ്ങോട്ട് കൊടുത്തോ. 500 രൂപ എനിക്ക് തന്നിട്ട് ഈ പടക്കം സാറിന് കൊണ്ടുപോയി കൊടുത്തോ. എനിക്ക് പടക്കമൊക്കെ അപ്പൊ എന്റെ സാധനങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. ശരിയല്ലേ സാറേ? ഇത് വേണ്ടേ? ആ അതും കൂടെ കൊണ്ടുപോകും. ഇനി പടക്കം എന്ന് പറഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അതറിയാണ്ട് പറഞ്ഞല്ലേ സാറേ? ഞാൻ സാറ് പറഞ്ഞിട്ട് ഇതാക്കല്ലേ സാറേ? നന്നായി നന്നായി. മേശപ്പൂ. ഓ ഇത് നന്നായിട്ട് പൊട്ടൂലേ? പിന്നെ അസലായിട്ട് പൊട്ടണ പടക്കാണ്. നല്ല ഒന്നാന്തരം പടക്കാണ്. അതിന് തിരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കം വരെ നിൽക്കാതെ പൊട്ടണ പടക്കാണ്. അസല പടക്കല്ല. എല്ലാം ഒരു സമാധാനമായി സാറേ. നെഞ്ചിന്നൊരു കെട്ട് ഇറങ്ങിയ പോലെ. അതെന്താ അത്? അല്ല ഈ പടക്കം എന്ന് പറയുമ്പോ സാറിന് ഓർമ്മ വന്നിട്ടേ ഇപ്പൊ സമാധാനമായി. ഒരു 10 പടക്കം പറഞ്ഞപ്പോ നെഞ്ചിന്നൊരു. ശരി തമ്പിക്കോളൂ. എല്ലാ പടക്കവും പൊട്ടിക്കണട്ടാ സാറേ. എന്തായാലും സമാധാനമായി സാറേ. സാറിന്റെ പിന്നാലെ ഒരു ലൈസൻസിന് വേണ്ടി കുറെ നാള് ഞാൻ നടന്ന് കുറെ കായും ചെലവാക്കി. അതിനൊക്കെ പുറമേ ഇപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്നത് കേട്ടാ. അതിനൊന്നും ഒരു കുഴപ്പമില്ലടോ. എല്ലാം മുകളിലൊരാളിരുന്ന് കാണുന്നുണ്ടല്ലോ. അതെ, അതാണ് ഇപ്പൊ എന്റെ ഒരു സമാധാനം. അപ്പോ ദീപാവലി ആശംസകൾ. ആയിക്കോട്ടെ. ശരി. ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ആശംസ പറയാൻ സാറേ. രണ്ടാൾക്കും സമാനായില്ലേ? കാശും കിട്ടി, കുറെ പടക്കവും കിട്ടി. ഹാപ്പി അല്ലേ? അപ്പൊ ശരി. മുകളിലിരിക്കുന്ന ഒരാളെ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ലാട്ടാ. ന്യായം മായ